ഇന്നിപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വലിയ ചർച്ചയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ നമ്മൾ വീണ് കിടക്കുക. നമ്മുടെ 24 ഒബ്സർവർ അതുമായി വരുന്നു. 24 ഒബ്സർവറിൻ്റെ ഊഴം. VS അച്യുതാനന്ദൻ്റെ വേർപാടിന് പിന്നാലെ സജീവ ചർച്ചയാവുന്നു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിവാദം. ആദ്യം പെരപ്പങ്കോട് മുരളിയും പിന്നീട് കെ സുരേഷ് കുറുപ്പും പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നു. എന്താണ് വിവാദമെന്ന് വിശദീകരിക്കുകയാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് SKN. ഓക്കെ, ഓവർ ടു യു. CPIMനെ സംബന്ധിച്ച് പുതിയൊരു വിവാദമാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. നേരത്തെ ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. CPIMൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന നിലയിലുള്ള ചർച്ചകൾ നടന്നിരുന്നുവെന്ന് VS അച്യുതാനന്ദൻ തുടർച്ചയായി പാർട്ടി അച്ചടക്കം ലംഘിക്കുകയാണ്. വിഭാഗീയതയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയാണ്. അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണം എന്ന വാദം ആദ്യം ഉയർത്തിയത് തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ് ഈ വിമർശനം ഉയർന്നിരുന്നത്. പക്ഷേ ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ആരെന്നത് സംബന്ധിച്ച് CPIMൻ്റെ ഔദ്യോഗികമായി അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരും അക്കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ VSൻ്റെ വേർപാടിനു ശേഷം പിരപ്പൻകോട് മുരളി, അദ്ദേഹം നേരത്തെ CPIMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമൊക്കെ ആയിരുന്നു. ഈ സമ്മേളനത്തിൽ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹം ഈ ചർച്ച അവിടെ കേട്ടിരുന്നു. അത് M സ്വരാജ് എന്ന നിലയിൽ അദ്ദേഹം ആ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ നിലയിലുള്ള പരാമർശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരപ്പൻകോട് മുരളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ അദ്ദേഹം പ്രസാധകൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ഇത് സംബന്ധിച്ച ലേഖനം എഴുതിയിരുന്നതാണ്. പിന്നീട് അടുത്തിടെ മനോരമ ദിനപത്രത്തിലും അദ്ദേഹം സമാനമായ പരാമർശം നടത്തി. ഇതോടുകൂടിയാണ് ഈ ചർച്ച വീണ്ടും സജീവമായത്. പിന്നീട് 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അന്ന് VS ആ സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം പുന്നപ്രയിലെ വീട്ടിൽ അടച്ചിരിക്കുകയും ആരെയും കാണാൻ കൂട്ടാക്കുകയും നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. സമ്മേളനം തുടങ്ങി, അതായത് പൊതുചർച്ച തുടങ്ങി 2 മണിക്കൂറിനകമായിരുന്നു VS പുന്നപ്രയിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. പ്രകാശ് കാരാട്ടിനോട് താൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞ് പ്രകാശ് കാരാട്ട് വേദി വിട്ടിറങ്ങുകയും ചെയ്തു. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വീണ്ടും വലിയ ചർച്ച നടന്നതാണ്. VSനെതിരെ വലിയ വിമർശനം ഈ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നിരുന്നു എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. VSനെ വേദിയിലിരുത്തിക്കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത VS ഇറങ്ങിപ്പോകുന്നതിനിടയിൽ ഒരു 2 മണിക്കൂർ സമയത്തിനിടയിൽ 5 പേരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ 4 പേരും VSനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കെ സുരേഷ് കുറുപ്പ് പറഞ്ഞത്, അദ്ദേഹം CPIMൻ്റെ മുൻ MP-യും മുൻ MLA-യും ഒക്കെയാണ്, അദ്ദേഹം പറഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടി VSനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണം എന്ന നിലയിലുള്ള വിമർശനം ഉന്നയിച്ചു എന്നാണ്. അങ്ങനെ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തവരോ അല്ലെങ്കിൽ CPIMുമായി അടുത്തു നിൽക്കുന്നവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാക്കുകയും VSനെതിരെ വിമർശനം ഉന്നയിച്ചവർ അവരിപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് എന്ന മട്ടിലുള്ള ചർച്ചകൾ സജീവമാക്കുകയും ചെയ്തിരുന്നു. CPIM നേതൃത്വമാകട്ടെ ഇത്തരം വിമർശനങ്ങളെ കാര്യമായി പരിഗണിക്കുന്നില്ല. അത് അവഗണിച്ചു തള്ളാനുള്ള തീരുമാനമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിരപ്പൻകോട് മുരളിയുടെ വാക്കുകളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ സുരേഷ് കുറുപ്പ് ഈ സമാനമായ കാര്യം ചൂണ്ടിക്കാട്ടിയതിനു ശേഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് CPIM നേതൃത്വം ഔദ്യോഗികമായി കടന്നിട്ടില്ല. ഇത്തരം വിമർശനങ്ങളെ അവഗണിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം M സ്വരാജ് കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച VS അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 11 മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ ഈ വിവാദം അദ്ദേഹം പരാമർശിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് VSൻ്റെ ചിത എരിഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തെ വിവാദത്തിൽ കുരുക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്, ഇത് ക്രൂരതയാണ് എന്നാണ് M സ്വരാജ് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. ഏതായാലും ഈ വിവാദം CPIMനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ്. SKN. കുമാർ, ഇനി നമ്മുടെ നിരീക്ഷകൻ പുതിയൊരു വാർത്തയുമായി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.